ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്സ്റ്റ് ട്യൂട്ടർ. യെസ്, അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തിരുന്നു? ഏത് ചാപ്റ്റർ നമ്മൾ പകുതിയിൽ വെച്ച് നിർത്തിയത്? ഘർ പേഡ് ഔർ താരെ കി യാദ്. ഓർമ്മയുണ്ടോ മക്കളെ? അത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയില്ലേ? നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിരുന്നല്ലേ? ഒരു ജ്യേഷ്ഠന്റെയും ഒരു അനിയത്തിയുടെയും നല്ലൊരു കഥ അല്ലേ? ആ കഥയിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അവർ എന്തോ തെരഞ്ഞു പോവുകയല്ലേ? എന്ത് തെരഞ്ഞിട്ടാ പോകുന്നേ? എന്തായിരുന്നു? അവരുടെ വീട് കണ്ടുപിടിക്കാനല്ലേ? അവരുടെ അച്ഛനെയും അമ്മയെയും കണ്ടുപിടിക്കാൻ. അപ്പൊ അവർ അതിനു വേണ്ടിയിട്ട് ഒരു വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാ ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ വെച്ചിട്ടാണ് നമ്മുടെ കഥ സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ അവർ വീടെത്തുമോ വീടെത്തിയിട്ടില്ലയോ എന്ന് നമുക്ക് ഇന്നറിയാം. റെഡിയാണോ മക്കളെ? നിങ്ങളെല്ലാവരും ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബാക്കി കഥ എന്താകുന്നു നമ്മളുടെ സസ്പെൻസിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കത് വായിച്ചു നോക്കാം ബാക്കി എന്താകുന്നു. എല്ലാവരും ഓക്കെ അല്ലേ? दोनों बच्चे हिम्मत के साथ आगे बढ़ते गए. അപ്പൊ രണ്ട് കുട്ടികളും നമ്മുടെ ഈ ജ്യേഷ്ഠനും അനിയത്തി എന്താണ് ഹിമ്മത്ത് കെ സാത്ത് ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. लड़के ने अपनी और बहन की रक्षा के लिए बलूत के एक पेड़ से एक अच्छी सी टहनी തോടുക്കർ അപ്നെ പാസ് രഖ് ലീ. അപ്പൊ ഈ ഒരു ചേട്ടൻ എന്താ ചെയ്തിരിക്കുന്നത്? തന്റെയും തന്റെ സഹോദരിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് രക്ഷാക്കേലിയെ ബലൂത്ത് കെ ഏക്ക് പേട് സേ. ബലൂത്ത് കെ പേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരമാണ്, ഓക്ക് മരം എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലൊന്നും കാണുന്നില്ല, കുറച്ച് അങ്ങോട്ടേക്ക് കാണുന്ന ഈ ഫിൻലാൻഡ് ആ ഒരു ഭാഗത്തേക്ക് കാണുന്നതാണ് ഓക്ക് മരം. ആ ഒരു മരത്തിന്റെ നല്ലൊരു അച്ചീസി ടഹനി തോടുക്കർ, അതിന്റെ നല്ലൊരു ശാഖ നല്ലൊരു കൊമ്പ് ഒടിച്ചിട്ട് അപ്പനെ പാസ് രഖലി. അപ്പൊ എന്താണ് അവരുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇവർ രണ്ട് കുട്ടികളല്ലേ പോകുന്നത്. അപ്പൊ വഴിയിൽ വെച്ചിട്ട് എന്തുണ്ടാകാം? ചിലപ്പോൾ മനുഷ്യരെ ആക്രമിച്ചെന്ന് വരാം, ചിലപ്പോൾ മൃഗങ്ങൾ ആക്രമിച്ചെന്ന് വരാം. ഇവരുടെ രക്ഷയ്ക്കായിട്ട് വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ സഹോദരൻ അതിനു വേണ്ടിയിട്ട് നല്ലൊരു വടി കയ്യിൽ കരുതിയിട്ടുണ്ട്. ആരെങ്കിലും വരികയാണെങ്കിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ചലത്തെ ചലത്തെ ഏക് ദിൻ വേ ഏക് ചൗരാഹെ പർ പഹുഞ്ചെ. അങ്ങനെ ഇവർ നടന്ന് 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 ഒരു ദിവസം ഒരു ചൗരാഹെ പർ പഹുഞ്ചെ, ഒരു കവലയിൽ എത്തുകയാണ്. അതായത് ഒരു കവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു നാലും കൂടി ഒരു വഴിയിൽ എത്തുകയാണ്. ഉൻഹെ പതാ നഹീ താ കി ആകെ കോൺ സാ രാസ്താ ലേ. അപ്പം 4 ദിശയിലേക്കുള്ള വഴിയാണ്. അപ്പൊ ഇവർക്ക് അറിയില്ല ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന്. ഈ കുട്ടികൾക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ഒരു അങ്ങനെയുള്ളൊരു വഴിയിലാണ് അവർ എത്തി നിൽക്കുന്നത്. മുമ്പോട്ട് എങ്ങനെ പോകണം എന്ന് അറിയില്ല. അപ്പൊ അതാ അവര് മുന്നോട്ടേക്ക് പോകുന്നുണ്ടല്ലേ. ഇവരെന്തിലാ പോകുന്നേ? ഒരു തോണി തുഴഞ്ഞു പോകാണ്. അനിയത്തിയുണ്ട്, ചേട്ടനുണ്ട്, 2 പക്ഷികളും പറക്കുന്നുണ്ട്. 2 പക്ഷികൾ ഇവിടെ പറക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എവിടെ എത്തുവരുന്ന്. അച്ചാനക് ഉൻഹോനെ दो छोटे पक्षियों को देखा जो सड़क के किनारे एक पेड़ पर गा रहे थे. പെട്ടെന്ന് അവരെന്താണ് 2 ചെറിയ പക്ഷികളെ കാണുകയാണ്. അവര് റോഡിനടുത്തുള്ള ഒരു മരത്തിലിരുന്ന് പാട്ടുപാടുന്നുണ്ട്. ഭായി ബോലാ യോ രാസ്ത സഹി ഹേ. അവ സഹോദരൻ പറയാണ്, ഈ വഴി ശരി തന്നെയാണ്. मैं इसे പക്ഷിയോ കി ഗീത് സേ ജാൻതാ ഹൂം. എനിക്ക് പക്ഷികളുടെ പാട്ടറിയാം. വേ ഹമാരി മദദ് കർനെ കെ ലിയെ ആയേ ഹേ. അവരെന്താണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് എന്ന്. അപ്പൊ വഴിയരികിൽ വെച്ച് 2 പക്ഷികളെ കാണുകയാണ്. അപ്പൊ ജ്യേഷ്ഠൻ ഉറപ്പായി ഇവര് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നതാണെന്നുള്ള കാര്യം. അപ്പൊ ആ പക്ഷികളുടെ പിക്ചറാണ് നമ്മൾ മുന്നത്തെ ചിത്രത്തിൽ കണ്ടത്. ബച്ചെ ഉസി രാസ്തേ പർ ചൽ ദിയേ. അപ്പൊ കുട്ടികൾ എന്താണ് ഈ പക്ഷികൾ പോകുന്ന വഴിയിലൂടെ പോകാൻ തുടങ്ങി. പക്ഷി ഭി ഉൻകെ സാത്ത് ധീരെ ധീരെ ഉഡാൻ ഭർത്തെ രഹി ഔർ പേഡോൻ കി ശാഖ ഓം പർ പാടത്തെ രഹേ. അപ്പൊ കുട്ടികള് നടക്കുന്നതിനനുസരിച്ചിട്ട് ഈ പക്ഷികൾ എന്ത് ചെയ്തു? വളരെ പതുക്കെ പതുക്കെ പറക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ പറന്നിട്ട് മരത്തിന്റെ ചില്ലകൾ ഇരിക്കാനൊക്കെ തുടങ്ങി. बच्चों ने पेड़ों से जामुन, बेर और दूसरे जंगली फल तोड़कर अपनी भूख मिठाई और झरनों का पानी पिया. അപ്പൊ ഇവരിങ്ങനെ കുട്ടികളെ പോകുന്ന വഴിയിൽ ഇവർക്ക് വിശക്കൊക്കെ ചെയ്യല്ലോ. അവരുടെ കയ്യിൽ പണോ കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവര് വീട്ടിലോടി പോവല്ലേ. അപ്പൊ അവര് പോകുന്ന വഴിയിലുള്ള മരത്തിലിരുന്നിട്ട് ജാമുൻ, ബേർ അങ്ങനെയുള്ള ഓരോരോ
മരങ്ങളിൽ നിന്നുള്ള കാട്ടുപഴങ്ങളൊക്കെ ഭക്ഷിച്ചിട്ട് പൊട്ടിച്ചു കഴിച്ചിട്ടും അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടും ഇവര് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വിശപ്പും ദാഹവും അകറ്റിയിട്ട്. ഇത്തന്നെ ലംബേ സമയ തക് ഭടക്നെ സേ ബഹൻ ബഹുത്ത് ദക്ക് ഗയി തി. അപ്പൊ ഇത്രയും ദൂരെ ഇവർ സഞ്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ ബഹൻ എന്താണ്, വളരെ ക്ഷീണിച്ചിട്ടുണ്ട്. ഉസ്നെ ഭായി സേ പൂച്ച ഹമേം അപ്നെ സനോബർ കാ പേട് കബ് മിലേഗാ. അപ്പോൾ നമ്മുടെ സഹോദരന്റെ അടുത്ത് കുട്ടി ചോദിക്കാണ്, പെൺകുട്ടി ചോദിക്കാണ്, നമ്മൾ എപ്പോഴാണ് നമ്മുടെ സനോബാർ മരത്തിനെ കണ്ടെത്തുക? എപ്പോഴാണ് നമ്മൾ കണ്ടെത്തും സനോബർ മരത്തിനെ എപ്പോഴാണ് കണ്ടെത്തുക? ഭായിനെ കഹ, സഹോദരൻ പറയാണ്, ജബ് ഹം ലോഗോं को वह भाषा सुनाई देगी जो हमारे माता पिता बोलते थे. എപ്പോഴാണ് നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും സംസാരിക്കുന്ന അതേ ഭാഷ സംസാരിക്കുന്നവരെ കണ്ടെത്തുന്നത്? അപ്പോഴാണ് നമ്മൾ അവിടെ എത്തിച്ചേരാന്ന്. അവരുടെ ആ ഒരു നാട്ടിലുള്ള ഭാഷ സംസാരിക്കുന്നവരെ കണ്ടെത്തിക്കഴിഞ്ഞാല് അവർക്ക് എത്തി എന്നുള്ള കാര്യം മനസ്സിലാക്കാന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു. ചലത്തെ ചലത്തെ ജംഗൽ മേ ടണ്ട് ബഡനെ ലക്കി. അപ്പൊ നടന്നുകൊണ്ടിരിക്കുമ്പോ എന്താണ്, കാട്ടിൽ നല്ല തണുപ്പെല്ലാം ഉണ്ട്. ബഹന്നെ ഫിർസെ സനോബർ കെ പേട് കെ ബാരെ മേ പൂച്ച. അപ്പൊ നമ്മുടെ ഈ പെൺകുട്ടി എന്താണ്, സിസ്റ്റർ വീണ്ടും സനോബർ മരത്തിനെ കുറിച്ചിട്ട് ജ്യേഷ്ഠന്റെ അടുത്ത് ചോദിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നമ്മളിപ്പോ അവരെ ഉപേക്ഷിച്ച് വീണ്ടും നടക്കുകയാണ്. ഇനി നമുക്ക് കണ്ടെത്താൻ പറ്റുമോ ഇല്ലയോ, ഒരുപാട് ദൂരം പോകണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ സിസ്റ്ററിന്റെ മനസ്സിലുണ്ട്. ഭായിനെ ഉസേ ധോഡ ധൈര്യ രഖ്നെ കെ ലിയെ കഹാ. അപ്പൊ ഈ സഹോദരൻ എന്താണ്, സഹോദരിന്റെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ അല്ലേ ഉള്ളത്. അപ്പൊ കുറച്ച് ധൈര്യം കൊടുക്കാനായിട്ട് സഹോദരൻ പറയുകയാണ്, ധീരെ ധീരെ ഉൻകാ പുരാന ദേശ് छूट गया. അങ്ങനെ ഇവരെന്താണ് പതുക്കെ പതുക്കെ ഇവരവരുടെ ഒരു പഴയ ദേശത്ത് എത്തി. പഹലെ ജമീൻ സമതലെത്തി. ആദ്യം എന്തായിരുന്നു, അവരുടെ നാട്ടിലുള്ള ഭൂമി സമതലായിരുന്നു, അതായത് നിരപ്പായിട്ടുള്ള പ്രദേശമായിരുന്നു. ലേക്കിൻ अब वे पहाड़ों नदियों और झीलों के देश में आ गए थे. പക്ഷെ ഇപ്പോൾ എന്താണ്, പഹാഡും പർവ്വതങ്ങളും നദികളും കുന്നുകളും തടാകവും ഒക്കെ ഉള്ള ഒരു ഭൂമിയായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. ആ സമതലം മാറിയിട്ട് അവിടെ നദിയും തടാകവും പർവ്വതവും കുന്നും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബഹനെ പൂച്ച ഭായി ഹം ഗഡി പഹാഡിയോ पर कैसे पहुंचेंगे. അപ്പൊ സഹോദരി ചോദിക്കാണ്, നമ്മൾ ഈ ഉയർന്ന കുന്നുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരുക, എങ്ങനെ നമ്മൾ എത്തിച്ചേരും, ഈ കുന്നിന്റെ മുകളിലൊക്കെ നമ്മൾ എങ്ങനെ എത്തിച്ചേരും, കുട്ടി ചോദിക്കുകയാണ്. ഭായിനെ ഹിമ്മത്ത് ബന്ധായി मैं तुम्हें ले जाऊंगा. അപ്പൊ ഭായി അവൾക്ക് ധൈര്യം കൊടുത്തിട്ട് പറയാണ്, ഞാൻ നിന്നെ കൊണ്ടുപോകും. മേൻ തുമേ ലേ ജാഊംഗ, ഞാൻ നിന്നെ കൊണ്ടുപോകും. ആ കൊണ്ടുപോകും എന്നുള്ളൊരു വിശ്വാസം ആർക്കുണ്ട്, സഹോദരനുണ്ട്. രാസ്തേമേം കുച്ച് നദിയാം ഔർ ഝീലേം പടി. അപ്പൊ വടിയിൽ എന്താണ്, കുറച്ച് നദിയും തടാകവും ഒക്കെ കടക്കേണ്ടതുണ്ട്. ലേക്കിൻ വഹാം ഹുൻഹേം നാവേ മിൽ ഗയി. പക്ഷെ എന്നാൽ അവർക്ക് അവിടെ നിന്ന് എന്ത് കിട്ടി, ഒരു നാവ്, ഒരു ബോട്ട് കിട്ടാണ് ഈ നദി കടക്കാനായിട്ട്. ഭായി ബഹൻ കോ ബിഠാക്കർ നാവ് ഗേത്താ രഹാ. അപ്പൊ ഈ സഹോദരൻ സഹോദരിയെ ഈ ബോട്ടിൽ ഇരുത്തിയിട്ട് ഈ തോണിയിൽ ഇരുത്തിയിട്ട് തോണി തുഴയാൻ തുടങ്ങി. ദോനോ പക്ഷി ഭി ഉൻകെ സാത്ത് സാത്ത് ഉഡാൻ ഭർത്തെ ഔർ റുക്തേ രഹേ. അപ്പൊ എന്താണ്, ഈ രണ്ട് പക്ഷികളും അവരുടെ കൂടെ പറക്കാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, രണ്ട് പക്ഷികളും അവരുടെ കൂടെ പറക്കുന്നുണ്ട്. ഈ ഒരു മീനിങ് ഇവിടെ വരുന്നതല്ല കേട്ടോ, സോറി. एक शाम जब वे बहुत थके हुए थे. അപ്പൊ ഒരു ദിവസം ശാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു, വൈകുന്നേരം. ഒരു വൈകുന്നേരം ഇവർ വളരെയേറെ ക്ഷീണിച്ചു. तो उन्होंने कुछ जली हुई इमारतों को देखा. അങ്ങനെ ഇവർ ഒരു വൈകുന്നേരം അവിടെ എത്തി. കുറച്ച് ജലി ഹുയി കത്തിയിട്ടുള്ള കുറച്ച് കെട്ടിടങ്ങൾ കാണുകയാണ്. ഉൻകെ പാസ് ഹി ഏക് നയാ ഫാം ഹൗസ് ബനാ താ. അപ്പൊ ആ ഒരു പഴയ ഒരു കുറച്ചൊരു ഇങ്ങനെ കത്തി അവശേഷിച്ചിട്ടൊരു കെട്ടിടം കാണാണ്. അതിന്റെ അടുത്തൊരു പുതിയൊരു ഫാം ഹൗസ് ഉണ്ട്. റസോയിക്ക് ദർവാസയ്ക്ക് ബാഹർ ഏക് ലഡ്കി സബ്ജിയാ ചീൾ റഹി തി. അപ്പൊ റസോയിക്ക് ദർവാസയ്ക്ക് ബാഹർ, അടുക്കളന്റെ വാതിലിന് പിറകിലായിട്ട് ഒരു പെൺകുട്ടി സബ്ജിയാം പച്ചക്കറികൾ ഇങ്ങനെ അതിന്റെ തോല് നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചീൾ റഹി തി.
പച്ചക്കറിയുടെ തോലെല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാ ഹമേ ഖാനെ കെ ലിയെ കുച്ച് ദേ സക്തി ഹേ, ഭായിനെ പൂച്ച. അപ്പൊ സഹോദരൻ ആ പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കാണ്, എന്താണ്, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കാണ്. ക്യാ ഹമേ ഖാനെ കെ ലിയെ കുച്ച് ദേ സക്തി ഹേ, കഴിക്കാൻ എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ലടുക്കീനെ ജവാബ് ദിയ, ആ പച്ചക്കറി ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ആൻസർ പറഞ്ഞു, ഹാ ആവോ, ആ വരൂ തരാലോ. മാം റസോയി മേഹി, അമ്മ അടുക്കളയിലുണ്ട്. വേ ജറൂർ തുമേ കുച്ച് ദേങ്കി, ആ വേ ജറൂർ തുമേ കുച്ച് ദേങ്കി, അവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും തരും. അങ്ങനെ പെൺകുട്ടി ആൻസർ പറഞ്ഞു. ഭായിനെ ബഹൻ കി ഗർദൻ കോ ബാഹ് മേ ലിപ്തായ ഔർ കഹാ. അപ്പൊ നമ്മുടെ ഈ സഹോദരൻ എന്താ ചെയ്യുന്നത്, ബഹൻ കി ഗർദൻ കോ, ഈ പെൺകുട്ടിയുടെ കഴുത്തിലൂടെ ഇങ്ങനെ, അതായത് തോളിലൂടെ ഇങ്ങനെ കൈയിട്ട് ചേർത്ത് പിടിക്കാണ്. ചേർത്ത് പിടിച്ചിട്ട് എന്തോ പറയുകയാണ്. ക്യാ തുമ്നെ സുനാ, എന്താ നീ കേട്ടോ? യഹ് ലഡ്കി വഹി ഭാഷ ബോൾ രഹി ഹേ, ആ ഈ പെൺകുട്ടി ആ ഭാഷയാണ് പറയുന്നത്. വഹി ഭാഷ ബോൾ രഹി ഹേ ജോ ഹമാരെ മാതാ പിതാ ബോൾത്തെ ഥേ, നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞ അതേ ഭാഷയാണ് ഈ പെൺകുട്ടിയും സംസാരിക്കുന്നത്. അബ് ഹം സനോബർ കെ പേട് ഔർ താരെ കി തലാഷ് ശുരു കർ സക്തേ ഹേ. അപ്പം ഇപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഈ സനോബർ മരവും ഈ നക്ഷത്രത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണം നമുക്ക് ആരംഭിക്കാം. ജ്യേഷ്ഠൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ്, നമ്മൾ എപ്പോഴാണ് എത്തിച്ചേരാന്ന് പെൺകുട്ടി ചോദിച്ച, അതായത് അവരുടെ സിസ്റ്റർ ചോദിച്ച സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും സംസാരിക്കുന്ന അതേ ഭാഷ സംസാരിക്കുന്നവരെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തെത്തി എന്ന് മനസ്സിലാക്കാന്ന്. ഇപ്പൊ അവര് അതേ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇനി ഇവരുടെ അടുത്ത എയിം എന്താണ്, സനോബർ കി പേടും ആ ഒരു നക്ഷത്രവും അത് രണ്ടും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവരുടെ അടുത്ത ലക്ഷ്യം. ഭായ് ഓർ ബഹൻ കി അഗലാ ലക്ഷ്യം യേ ഹൈ. दोनों बच्चे रसोई में गए जहां उन्हें अच्छा खाना मिला. അപ്പൊ ഈ രണ്ട് കുട്ടികൾ അവിടെ പോയി, അടുക്കളയിലേക്ക് പോയി. അവിടെ വെച്ച് അവർക്ക് എന്ത് ലഭിച്ചു, നല്ല അച്ഛാ ഖാന മില, നല്ല സൂപ്പർ ആയിട്ടുള്ള ടേസ്റ്റി ഭക്ഷണമൊക്കെ കിട്ടി. ഉൻഹോനെ അപ്പനി പൂരി കഹാനി ബത്തായി. അപ്പൊ അവരെന്താണ്, അവരുടെ മുഴുവൻ സ്റ്റോറി, അവരുടെ ആ ഒരു ചെറുപ്പം മുതലുണ്ടായ എല്ലാ കഥയും കംപ്ലീറ്റ് പറയുകയാണ്. और कहा कि हमारे पास घर की एक ही निशानी है. എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ അടുത്ത് വീട് കണ്ടെത്താൻ ഏക് ഹി നിശാനി ഹെ, ഒരേ ഒരു അടയാളം ഉള്ളത്. എന്താണ് അവരുടെ അടയാളം, നിങ്ങൾക്കും അറിയില്ല എന്താ അവരുടെ അടയാളം? യാ, എന്താണ്, സനോബർ കി പേട്, ആ ഒരു മരം അല്ല അവരുടെ അടയാളം. ഉസ്കെ സാമനെ സനോബർ കാ ഏക് പേട് ഹേ, എന്താണ്, അതിന്റെ അടുത്തൊരു സനോബർ മരമുണ്ട്. ഉസ്കി ശാഖാവോ മേ ഹർ സുബഹ് ദോ പക്ഷി ഗാത്തെ ഹേ, അതിന്റെ ശാഖയിൽ ഇരുന്നിട്ട് എല്ലാ ദിവസവും രണ്ട് പക്ഷികൾ പാട്ട് പാടുന്നുണ്ട്. और रात में उनके बीच एक खूब चमकीला तारा दिखाई देता है. രാത്രിയിൽ എന്താണ്, അതിന്റെ ശാഖകളുടെ ആ ഒരു ബ്രാഞ്ചസിന്റെ ഇടയിലൂടെ നല്ല ശോഭയുള്ള നക്ഷത്രത്തെയും കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് എന്താണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യേണ്ടതാണ്. घर के लोगों ने कहा यहाँ ഹസോറാം സനോബർ ഹേ. അപ്പൊ ആ വീട്ടിലുള്ള ആളുകൾ ഇവരുടെ കഥ കേട്ടിട്ട് പറയണേ, യഹാ ഹസോറാം സനോബർ ഹേ. അവിടെ ആയിരക്കണക്കിന് ഈ മരങ്ങളുണ്ട്, പൈൻ മരങ്ങളുണ്ട്, സനോബർ മരമുണ്ട്. ഉൻപർ ഹസാറോ പക്ഷി ഗാത്തെ ഹേ, അതിൽ എന്താണ്, ആയിരക്കണക്കിന് പക്ഷികളും പാട്ടുപാടുന്നുണ്ട്. और ഹസാറോ താരെ ആസ്മാൻ മേ ചമക്തേ ഹേ, കൂടാതെ എന്താണ്, ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ആകാശത്ത് തെളിഞ്ഞിക്കൊണ്ടിരിക്കുന്നുണ്ട്. തും അപ്നാ ഘർ കൈസേ പഹ്ചാനോഗേ, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ വീട് തിരിച്ചറിയും? ആ വീട്ടുകാർ ചോദിക്കാറ്. എന്താ വെച്ചാൽ ഒരു നാട്ടിലെ ഒരു മരമാണോ, ഒരുപോലെയുള്ള ഒരൊറ്റ മരമാണോ ഉണ്ടാകുക? അല്ല, അനേകം മരങ്ങളുണ്ട്, അനേകം പക്ഷികളുണ്ട് പാട്ട് പാടുന്നേ. ആകാശത്ത് അതുപോലെ ഒരു നക്ഷത്രം മാത്രമാണോ ഉള്ളത്? അല്ല, ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ വീട് തിരിച്ചറിയും? ആ ഒരു കാര്യമാണ് ആ വീട്ടുകാരും ചോദിക്കുന്നത്. ഭായി ബഹനെ ജവാബ് ദിയ, സഹോദരനും സഹോദരിയും ആൻസർ പറയാണ്. ജബ് ഹം അപ്നെ ദേശ് പഹുഞ്ച് ചുക്കേ ഹേ തോ ഹമേ വഹ് പേട് ഭി മിൽ ജായേഗ. ഇപ്പൊ ഞങ്ങൾ എന്താണ്, ഞങ്ങളുടെ നാട്ടിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഹമേ വഹ് പേട് ഭി മിൽ ജായേഗ, ഞങ്ങൾ ആ മരവും കൂടി ഞങ്ങൾ കണ്ടെത്തും.
यहाँ तक पहुंचने के लिए दो पक्षी भी हमें रास्ता बताते रहे हैं. ഞങ്ങൾ ഇവിടെ എത്തുന്നതിനായിട്ട് എന്താണ്, 2 പക്ഷികളാണ് ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നത്. അപ്പോ കുട്ടിക്ക് ഒരു ഉറപ്പുണ്ട്, ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ നാട്ടിലെത്തിയല്ലോ, ഇനി ഞങ്ങൾ ആ മരവും കൂടെ കണ്ടെത്തും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ആർക്കുണ്ട്, നമ്മുടെ ഈ കഥയിലുള്ള കുട്ടിക്കുണ്ട്, ഭായിക്കുണ്ട്. दोनों बच्चों ने इसी तरह सफर जारी रखा. അങ്ങനെ 2 കുട്ടികൾ എന്താണ് ഇത്തരത്തിൽ അവരുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജഗഹ ജഗഹ ഗരീബി ഫൈലി ഹുയി തി. അപ്പൊ ആ ഒരു നാട് മുഴുവൻ എന്താണുള്ളത്, അവിടെ എല്ലാ സ്ഥലത്തും എന്താണുള്ളത്, പട്ടിണിയാണുള്ളത്. ഗരീബി ഫൈലി ഹുയി തി, ദാരിദ്ര്യം, ആ ഒരു ദാരിദ്ര്യമുണ്ട്. ലേക്കിൻ വേ ജഹാൻ ജഹാം ഗയേ ഉൻഹെ ഖാനെ ഔർ രാത് ബിതാനെ കെ ലിയേ ജഗഹ മിൽത്തി രഹി. അപ്പൊ എന്നിരുന്നാലും അവർ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ വെച്ചിട്ട് അവർക്ക് എന്താണ്, കഴിക്കാനുള്ള ഭക്ഷണവും രാത്രി കിടക്കാനുള്ള ആ ഒരു സ്ഥലവും അവർക്ക് കിട്ടിയിരുന്നു. ലോക് ഉൻഹെ ബഹുത്ത് സഹാനുഭൂതി സെ ദേഖ്തേ ഥേ. അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ എന്താണ്, വളരെയേറെ സഹാനുഭൂതിയോട് കൂടിയിട്ടാണ് അവരെ നോക്കി കണ്ടിരുന്നത്. എന്തുകൊണ്ട് ആളുകൾക്ക് അത്ര ഒരു സഹാനുഭൂതി ഉണ്ടായത്, സ്വന്തം വീടും നാടും ഒക്കെ യുദ്ധം കാരണം ഉപേക്ഷിച്ചു പോയതാണ്. അച്ഛനും അമ്മയും ഒന്നും കാണാനില്ല. അപ്പൊ ചെറിയ പ്രായത്തിൽ ഇവിടെ നിന്നും ഓടിപ്പോയിട്ട് രക്ഷപ്പെട്ടു പോയിട്ട് ഇനി അവരെ കാണാൻ കഴിയോ ഇല്ലയോ എന്ന കാര്യത്തിലൊന്നും ഉറപ്പില്ല. പക്ഷെ എന്നാലും അവരൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്, കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആളുകൾക്ക് അവരോട് എന്തുള്ളത്, സഹാനുഭൂതി ഉള്ളത്. ആ ഒരു സഹാനുഭൂതി കാരണമാണ് കഴിക്കാനുള്ള ഭക്ഷണം കിടക്കാനുള്ള ഇടവും എല്ലാം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മക്കളെ, ഇതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു. ഉൻഹെ ഖാനെ ഔർ രാത് ബിതാനെ കെ ലിയേ ജഗഹ മിൽത്തി രഹി. അവർക്ക് എന്ത് നമ്മൾ പറഞ്ഞു, കഴിക്കാൻ ഭക്ഷണവും രാത്രി കിടക്കാനുള്ള സ്ഥലവും കിട്ടിയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. യഹാ ശരണാർത്ഥിയോं के प्रति लोगों का कौन सा मनोभाव प्रकट होता है. ഇവിടെ ശരണാർത്ഥി, അതായത് ശരണാർത്ഥി എന്ന് പറഞ്ഞ അഭയാർത്ഥികള് അഭയം തേടി വരികയാണല്ലോ നാട് വിട്ടുപോയിട്ട്. അപ്പൊ അവരുടെ അടുത്ത് ആളുകൾക്ക് എത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണുള്ളത്, എങ്ങനെയുള്ളൊരു മനോഭാവമാണ് അഭയാർത്ഥികളുടെ അടുത്തുള്ളത്? അവരെ ഓടിക്കുകയാണോ ചെയ്യുന്നത്? വരുമ്പോ ഭക്ഷണമൊന്നുമില്ല, ഇല്ല അവിടുന്ന് പൊയ്ക്കോളൂ, നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാല് ചില സ്ഥലത്ത് ആളുകളൊക്കെ ചെയ്യുന്നത് കാര്യം അവിടെയൊന്നുമില്ല, അങ്ങോട്ട് വരണ്ട, പൊയ്ക്കോ പൊയ്ക്കോ അങ്ങനെ അറിയല്ലേ. അപ്പൊ ഇവരതാണോ ചെയ്തത്? അല്ല, ഇവര് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുക ചെയ്ത്, കിടക്കാറുള്ള സ്ഥലവും എല്ലാം കൊടുത്തു. അപ്പൊ എങ്ങനെയുള്ളൊരു മനോഭാവമാണ് ആളുകളുടെ അടുത്ത്? ലോകം का मन शरणार्थियों को त्याग बिना उन्हें शरण देने का होता है. അപ്പോൾ ആളുകളുടെ മനസ്സിൽ എന്താണ്? ശരണാർത്ഥികളുടെ ആ ഒരു ജീവിതത്തിനുള്ള ഒരു ത്യാഗവും അവർക്ക് അഭയം നൽകാനുള്ള ഒരു മനസ്സുമാണ് ആളുകൾക്ക് ഉള്ളത്. രഹാ ഹമാരാ പേട്. അപ്പൊ ഇവർ എന്താണ്, അവരുടെ മരം കണ്ടെത്തിയിരിക്കുന്നു. യഹ് രഹാ ഹമാരാ പേട്. ഭായി കി ആംഖോം സെ ഖുശി കെ ആംസു ബഹനെ ലഗേ. അപ്പൊ ഈ സഹോദരന്റെ കണ്ണിൽ എന്താണ്, സന്തോഷം കൊണ്ട് കണ്ണുനീര് വരികയാണ്. ഇവരുടെ മരം കണ്ടുപിടിച്ചു. ഹമാരാ താര. അവരെന്താണ്, അവരുടെ ആ ഒരു നക്ഷത്രവും കണ്ടുപിടിച്ചു. ബഹൻ പഹലെ ഹസി ഔർ ഫിർ രോനെ ലഗി. അപ്പൊ നമ്മുടെ സഹോദരി എന്താണ്, ആദ്യം ചിരിക്കാനും പിന്നെ കരയാനും തുടങ്ങി. എന്തുകൊണ്ടാണ് അവർ ചിരിക്കാനും കരയാനും ഒക്കെ തുടങ്ങിയത്? ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ അവർ എന്ത് കണ്ടുപിടിച്ചു? അവരുടെ മരവും കണ്ടുപിടിച്ചു, ആ നക്ഷത്രത്തെയും കണ്ടുപിടിച്ചു. അപ്പൊ അവർക്ക് ആ ഒരു കഠിനാധ്വാനം വഴി എന്താണ്, സാധ്യമാകില്ല എന്ന് കരുതിയത് അവർക്ക് സാധ്യമായി. അതുകൊണ്ട് അവർക്ക് സന്തോഷവും സങ്കടവും എന്തെല്ലാം സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങളാണ് അവർക്ക് വരുന്നത്. अपने लक्ष्य पर पहुंचने का संकेत मिलने पर भाई बहन आंसू बहा रहे हैं. അപ്പൊ അവരുടെ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ നമ്മുടെ സഹോദരനും സഹോദരിക്ക് എന്ത് വന്നു, കണ്ണുനീര് വന്നിട്ടുണ്ട്. ഇസ്കാ കാരൺ ക്യാ ഹോഗ. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ആ ഒരു സങ്കടം വരാനുള്ള കാരണം? അതിന് നമ്മള് സങ്കടത്തിന്റെ കൊണ്ട് കരയാണോ? അല്ല, ആനന്ദാശ്രുക്കൾ എന്ന് പറയും മലയാളത്തിലല്ലേ. ये बहुत कष्ट सहने के बाद लक्ष्य प्राप्त करने की गुस्सी के आंसू है. അവർ ഒരുപാട് കഷ്ടങ്ങളൊക്കെ സഹിച്ചിട്ട് അവസാനം ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നതിന്റെ ഒരു സന്തോഷ കണ്ണീരാണ് അവിടെ വന്നിട്ടുള്ളത്. एक दूसरे से लिपट गए. അപ്പൊ അവര് രണ്ടുപേരും എന്താണ്, പരസ്പരം അവരുടെ ഒരു ലക്ഷ്യം അവർ പൂർത്തീകരിച്ചു. ഭായിനെ കഹ. സഹോദരൻ പറയുകയാണ്,
यह वह गलिहान है जहां पिता के घोड़े गड़े रहते थे. അപ്പൊ സഹോദരൻ അവിടേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, അതാണ് നമ്മുടെ ഗലിഹാൻ. ഗലിഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കളപ്പുര. അവിടെ ആയിരുന്നു അച്ഛൻ തങ്ങളുടെ ഘോഡെ ഗഡേ രഹത്തെ, അവരുടെ കുതിരയെ ഒക്കെ കെട്ടിയിട്ടിരുന്ന സ്ഥലം ആ ഗലിഹാൻ ആയിരുന്നു. और यह कुहाम है जहां से मां मवेशियों के लिए पानी लाती थी. അപ്പൊ അവർ പറയാണ്, നമ്മുടെ ആ കിണറതാ നമ്മുടെ വീട്ടിലുള്ള ആ കിണറിന്നായിരുന്നു അമ്മ മവേശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കന്നുകാലികൾക്കുള്ള വെള്ളമെല്ലാം കൊണ്ടുവന്നിരുന്നതെന്ന് സഹോദരിയും പറയുകയാണ്. അപ്പൊ അവരവരുടെ വീടെന്ന അവരുടെ ഒരു ലക്ഷ്യത്തിൽ അവർ എത്തിച്ചേർന്നിരിക്കുന്നു. ഭായിനെ കഹ ചലോ ഘർക്കെ അന്തർ ചലത്തെ ഹെ, പറയാണ്, വാ നമുക്ക് പോകാം. എങ്ങോട്ട്? വീടിന്റെ ഉള്ളിലേക്ക് പോകാം. വീട് നമ്മൾ കണ്ടെത്തിയല്ലോ, ഇനി ഇവർ എങ്ങോട്ടേക്കാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? വീടിന്റെ ഉള്ളിലേക്കാണ് ഇവർ പോകുന്നത്. പഹലെ തും ജാओ ബഹനെ കഹ, അപ്പൊ സഹോദരി പറയാണ്, ആദ്യം നീ പോയിക്കോ എന്ന് പറഞ്ഞു. മുझे डर लगता है, എനിക്കെന്താ പേടിയുണ്ട്. എന്തിനാ പേടി? പതാ നഹിം മാം പിതാ ജീവിത് ബി ഹെ യാ നഹി, നമുക്കറിയില്ലല്ലോ അച്ഛനും അമ്മയും ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവർ ഇനി ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അറിയില്ല. നമ്മുടെ വീട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നീ എന്താണ് ചേട്ടനോട് പറയാണ്, നീ ആദ്യം പോയിക്കോ എന്ന് പറയുകയാണ്. अंदर कमरे में एक बूढ़ा आदमी अपनी पत्नी के साथ बैठा था. അപ്പൊ ഉള്ളിൽ എന്താണ്? റൂമിന്റെ ഉള്ളിൽ ഏക്ക് ബൂഢാത്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്റെ ഭാര്യയോടൊപ്പം ഇരിക്കുന്നുണ്ട്. അവർ കഹ രഹാ ഥാ, അവർ സംസാരിക്കുന്നത് എന്താണ്? വസന്ത് ഫിർ സേ ആ ഗയാ ഹൈ, വസന്തകാലം വീണ്ടും വന്നു. പക്ഷി ഗാ രഹേ ഹേ, പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്? പാട്ടുപാടുന്നുണ്ട്. ഫൂൽ ജഗഹ് ജഗഹ് ജാങ് രഹേ ഹേ, പൂക്കൾ എന്താണ്? വീണ്ടും ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. അതായത് പൂക്കള് വീണ്ടും വിടരുന്നുണ്ട്. ലേക്കിൻ ഹമാരെ ദിൽ മേ ഖുശി കി കോയി ഉമ്മീദ് നഹീ ഹേ, പക്ഷെ എന്താണ്? നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഖുശിക്ക്, ആ ഒരു സന്തോഷത്തിനുള്ള ഒരു അവസരം നമ്മുടെ മനസ്സിനില്ലല്ലോ. വസന്തം വീണ്ടും വരുന്നു, പൂക്കൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷികൾ പാട്ട് പാടുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും എന്താണ്? നമ്മുടെ മനസ്സിന് മാത്രം യാതൊരു സന്തോഷവും ലഭിക്കാനുള്ള ഒരു അവസരമില്ല എന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് ഇവരുടെ ഈ ഒരു വയസ്സായിട്ടുള്ള ഒരു ബൂഢ ആത്മീയുടെയും ഒരു പത്നിയുടെയും ഒരു കോൺവെർസേഷൻ ആണ് തന്നിരിക്കുന്നത്. ലേക്കിൻ ഹമാരെ ദിൽ മേ ഖുശി കി കോയി ഉമ്മീദ് നഹീ ഹേ, എന്നാലും നമ്മുടെ ഹൃദയത്തിന് സന്തോഷിക്കാനുള്ള യാതൊരു അവസരങ്ങളും ഇല്ല. ഉൻകി ജിന്ദഗി സെ ഇസ് കഥൻ കാ ക്യാ സംബന്ധ് ഹേ, അവരുടെ ജീവിതവുമായിട്ട് എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു ഡയലോഗും ഈ ഒരു ജീവിതവും തമ്മിൽ എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാ? നമ്മുടെ കഥയിൽ പറയുന്നുണ്ട് ബൂഢ ആത്മീയാണെന്നല്ലേ, വൃദ്ധനായിട്ടുള്ള ഒരു ആളാണ്. അപ്പൊ വൃദ്ധനായിട്ടുള്ള ഒരാൾക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാം എന്നുള്ളത് സാധ്യമാണോ? അല്ല. അപ്പം ആളുകള് ഇനി ഒരു പക്ഷെ എപ്പം വേണമെങ്കിലും വൃദ്ധനായിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം. അപ്പൊ എന്താണ്? അവരെന്തൊക്കെയോ പ്രതീക്ഷിച്ചു കഴിയുന്ന ആളുകളായിരുന്നു. പക്ഷെ അവർക്ക് ഇനി അതൊന്നും ലഭിക്കില്ല എന്നുള്ള ഒരു നിരാശയാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത്, അല്ലേ? यह व्यक्ति जो अपनी खोई हुई चीज वापस पाने की आशा रखता है, ഈ ഒരു വ്യക്തി എന്താണ്? തന്റെ നഷ്ടപ്പെട്ട എന്തോ ഒരു വസ്തു തിരികെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണുള്ളത്. ഉസേ ലഗ്താ ഹേ കി ബുഢാപ്പെ കി സാരി ആശാ സമാപ്ത് ഹോ ഗയി ഹേ, അദ്ദേഹം എന്താ ചിന്തിക്കുന്നത്? ഈ വാർദ്ധക്യത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇവിടെ സമാപിക്കുകയാണ്, എല്ലാ ആഗ്രഹങ്ങളും അവസാനിക്കും എന്നുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രതീക്ഷ ഇല്ലാത്തതായിട്ടുള്ള ഒരു വാചകം ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ് അവർക്ക് നഷ്ടപ്പെട്ടത്? നോക്കണ്ടേ നമുക്ക് എന്താണെന്നുള്ള കാര്യം? തഭി ധർവാസ ഗുല, അപ്പോഴെന്താണ് ഇവരിങ്ങനെ ഈ ഒരു ബൂഢ ആദ്മി അവരവരത്തും തമ്മിലുള്ള ഒരു സംഭാഷണത്തിനിടയിൽ തഭി ധർവാസ ഗുല, വാതിൽ തുറക്കുകയാണ്. ഏക ലഡ്ക और एक लड़की अंदर आई, ഒരു ലഡ്ക, ഒരു ഗേളും ഒരു ബോയും ഒരു ഗേൾ എന്താണ് ഉള്ളിലേക്ക് പ്രവേശിച്ചു. और उन्होंने खाने के लिए कुछ मांगा, അപ്പോൾ എന്താണ് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും ചോദിച്ചു. ബച്ചോ പാസ് ആഓ, അപ്പൊ പറയാ കുട്ടികളെ അടുത്തേക്ക് വരൂ.
ഉസ് ബൂഢെ ആദ്മീനെ കഹ, ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ പറയാണ്, ആജ് രാത് ഹമാരെ സാത്ത് രഹോ, ഇന്നത്തെ രാത്രി ഞങ്ങളുടെ കൂടെ താമസിച്ചോളൂ. ഹമാരെ ബच्चे അഗർ ഹമാരെ പാസ് ഹോത്തെ തോ ബിൽക്കുൽ തുമാരെ ജൈസെ സുന്ദർ ഹോത്തെ. അപ്പൊ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ പറയാണ്, ഞങ്ങളുടെ കുട്ടികള് ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളെപ്പോലെ വളരെ നല്ല സുന്ദരന്മാരായിരുന്നേനെ എന്ന് പറയാണ്. കഹത്തെ കഹത്തെ ഉസ്കെ ആസു ആകയെ. അങ്ങനെ ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇയാളുടെ കണ്ണിന്ന് എന്താണ്, കണ്ണീര് വരികയാണ്. അപ്പൊ അവർക്ക് എന്താ നഷ്ടപ്പെട്ടത്? രണ്ട് മക്കളെ നഷ്ടപ്പെട്ട ഒരച്ഛനും അമ്മയാണത്. അപ്പൊ ഈ മക്കളെ കണ്ടു കഴിഞ്ഞപ്പോ, ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോ പറയാണ്, നിങ്ങൾ ഇവിടെ നിന്നോളൂ, ഞങ്ങൾക്കും ഇതുപോലെ കുട്ടികൾ ഉണ്ടായിരുന്നു, അവരുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ തീർച്ചയായും സുന്ദരന്മാരായിരുന്നേനെ എന്ന് പറയുകയാണ്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആള് സന്തോഷത്തിലാണോ പറയുന്നത്? അല്ല, കണ്ണിന് എന്ത് വരുന്നുണ്ട്? കണ്ണുനീര് വരുന്നുണ്ട്. ബച്ചോം സേ നഹീം രഹാ ഗയാ, ഉൻഹോനെ അപ്നെ പിതാ ഔർ മാ കോ ഗലെ ലഗാ ലിയാ ഔർ റോത്തെ ഹുയെ കഹാ. അപ്പൊ പറയാണ്, കുട്ടികളെ എനിക്ക് എന്താണ് തടഞ്ഞു നിർത്താനായില്ല, കുട്ടികളെ നഷ്ടപ്പെട്ടു പോയി, അപ്പൊ തടഞ്ഞു നിർത്താനായില്ല. ഉൻഹോനെ അപ്നെ പിതാ ഔർ മാ കോ ഗലെ ലഗാ ലിയാ ഔർ റോത്തെ ഹുയെ കഹാ. അപ്പൊ ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത്? കുട്ടികൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആൾക്ക് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. അവരുടെ അച്ഛന്റെ അമ്മന്റെയും കഴുത്തിലൂടെ ഇങ്ങനെ കൈയിട്ട് പൊടിക്കുകയാണ്. അവരിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, ഹം ഹി ആപ്കെ ബച്ചേ ഹേ, ഞങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾ. ഹം വാപ്പസ് ലൗട്ട് ആയേ ഹേ, ഞങ്ങൾ എന്താണ് തിരിച്ചു വന്നതാണ്. ഹം സനോബർ കെ പേട് സേ ഹി അപ്നെ ഘർ കോ പഹ്ചാൻ ഗയേ തേ, ഞങ്ങൾ എന്താണ് ഈ സനോബാർ വൃക്ഷത്തെ തിരിച്ചറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതെന്ന് കുട്ടികൾ പറയുകയാണ്. അപ്പൊ എന്തായി? ഈ വയസ്സായ അച്ഛനും അമ്മയ്ക്ക് എന്തായിരുന്നു നഷ്ടപ്പെട്ടത്? കുട്ടികളെ നഷ്ടപ്പെട്ടതായിരുന്നു. ഈ കുട്ടികളെ നഷ്ടപ്പെട്ട അച്ഛനും ആൾക്കാർക്ക് എന്ത് കിട്ടി? രണ്ട് കുട്ടികൾക്കും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവർക്ക് എന്താണ്? തിരിച്ചവരുടെ അച്ഛനും അമ്മയും കിട്ടി. അപ്പൊ അവർക്ക് എന്താണ് അതിനൊക്കെ കാരണം? ഈ സനോബാർ വൃക്ഷത്തെ അടയാളം മാറ്റിക്കൊണ്ടാണ് ഇവരെന്താണ് തിരിച്ചറിഞ്ഞതും കണ്ടുമുട്ടിയതും അല്ല. ഖുശിക്ക് മാറെ മാതാപിതാക്ക് ആംഖേം ഝലക് പടി. അങ്ങനെ സന്തോഷം കൊണ്ട് ഇവരുടെ കണ്ണെന്താണ് ഇങ്ങനെ നല്ല തിളങ്ങുക ചെയ്യുന്നത്. ഉൻഹോനെ ധോനോ കെ ഗാലോ കോ ചൂമ. അപ്പൊ രണ്ടുപേരും എന്താണ് രണ്ടുപേരുടെയും കവിളുകളിൽ ചുംബിക്കുക ചെയ്തത്. അത്രയും സന്തോഷം കൊണ്ട് കാണാതെ കാണില്ല, അപ്പൊ അവര് ചുംബിച്ചു. മാംനെ കഹ, അമ്മ പറയുകയാണ്, മുझे പതാ താ കി ആജ് കോയി അച്ചി ബാത് ഹോനെ വാലി ഹെ. അമ്മ പറയാണ്, എനിക്കറിയാമായിരുന്നു ഇന്ന് എന്തോ ഒരു നല്ല കാര്യം നടക്കും. ആ ഒരു കാര്യം എനിക്കറിയാമായിരുന്നു. ആജ് സുബഹ് വഹ് ഹമാരെ പേड़ की शाखाओं में दो पक्षी बहुत मिठास के साथ गा रहे थे. ഇന്ന് രാവിലെ നമ്മുടെ മരത്തിന്റെ കൊമ്പിലിരുന്നിട്ട് രണ്ട് പക്ഷികൾ എന്താണ് വളരെ മധുരകരമായിട്ട്, വളരെ നല്ല ഹാപ്പി ആയിട്ട്, നല്ല മാധുര്യത്തോട് കൂടിയിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇന്ന് എന്തോ ഒരു നല്ല കാര്യം നടക്കുന്നു അമ്മ പറയുകയാണ്. അപ്പൊ അമ്മയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തോ ഒരു നല്ല കാര്യം നടക്കുന്നുള്ളതിൽ. ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. भाई बहन और माँ बाप के मिलन के वक्त प्रकृति भी खुश है, कहानी से कुछ उदाहरण पेश करें. അപ്പോ നമ്മുടെ ഈ ഒരു കുട്ടികളുടെ ആ ഒരു ഭായി ബഹൻ, അവരുടെ സഹോദരനും സഹോദരിയും അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ചയിൽ പ്രകൃതി പോലും സന്തോഷിച്ചിരുന്നു. ഇതിന് നമ്മുടെ കഥയിൽ നിന്നിട്ടുള്ള ഒരു ഉദാഹരണം എന്താ പറഞ്ഞിരിക്കുന്നത്? അമ്മ എന്താ പറഞ്ഞത്? അമ്മ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഉദാഹരണം അല്ലേ? आज सुबह सुबह हमारे पेड़ की शाखाओं में दो पक्षी बहुत मिठास के साथ गा रहे थे. ഇന്ന് രാവിലെ നമ്മുടെ മരത്തിന്റെ കൊമ്പിലിരുന്നിട്ട് രണ്ട് പക്ഷികൾ മധുരകരമായിട്ട് പാട്ടുപാടുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് പ്രകൃതി പോലും അതില് സന്തോഷിച്ചിരുന്നു ഇവരുടെ ഈ ഒരു കൂടിക്കാഴ്ചയില് അല്ലേ? നമ്മുടെ സഹോദരൻ പറയുകയാണ്, ഇവര് 4 പേരും കൂടെ ഒത്തുചേർന്നു. എന്തൊരു സന്തോഷം ഉണ്ടല്ലേ ഈ പിക്ചർ കാണുമ്പോൾ. നമ്മൾക്ക് തന്നെ ആദ്യം നമുക്കൊരു ടെൻഷൻ ആയിരുന്നു ഇവർ ഒത്തുചേരുമോ എന്നുള്ള കാര്യത്തില്. ഭായി ने कहा, हाँ आज तारा भी पत्तियों के बीच पहले से कहीं ज्यादा चमक रहा है. അപ്പൊ സഹോദരൻ പറയാണ്, ഇന്ന് നക്ഷത്രം പോലും ഇലകൾക്കിടയിലൂടെ എന്താണ് ആദ്യത്തേതിലും മുന്നത്തേതിലും കുറച്ചുകൂടെ നന്നായിട്ട് നല്ല ശോഭയോടുകൂടി തിളങ്ങുന്നുണ്ട്. अब हमें अपना घर मिल गया है. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഞങ്ങളുടെ വീട് തിരിച്ചു കിട്ടി. ഹമാരി ഭട്കൻ ഖതം ഹോ ഗയി ഹേ. ഞങ്ങളുടെ ഒരു അലഞ്ഞു തിരിയൽ എന്താണ്
അവസാനിച്ചിരിക്കുന്നു. ഇതോട് കൂടിയിട്ട് അച്ഛനും അമ്മയും കാണാൻ വേണ്ടിയിട്ടല്ലായിരുന്നു അവർ അലഞ്ഞു തിരിഞ്ഞിരുന്നത്. അവരുടെ ഒരു അലച്ചിലെല്ലാം എന്താണ് അവസാനിച്ചിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും എന്താണ് കണ്ടെത്തി, ഞങ്ങളുടെ വീട് കണ്ടെത്തി. അപ്പൊ അവരെല്ലാവരും എന്താണ് അച്ഛനും അമ്മനെയും ഇവർക്കും കിട്ടി, മക്കളെ എന്താണ് അച്ഛനും അമ്മയ്ക്കും തിരിച്ചും കിട്ടി. അവരുടെ രണ്ടുപേരുടെയും എന്താണ് ആ ഒരു അലച്ചിൽ അതിവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ എന്താണ്, ഹമാരെ ഭട്കൻ ഖതം ഹോ ഗയി ഹെ, ക്യാ സംസാർ കെ സാരെ ശരണാർത്ഥി ഇസ് തരഹ് അപ്നെ ഘർ പഹുഞ്ച് പാത്തെ ഹെ, അപ്നി റായ് ബതായിയെ. അപ്പൊ നമ്മുടെ ഈ ഒരു സഹോദരൻ എന്താ അവസാനം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ആ ഒരു അലച്ചിലെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ ലോകത്തിലുള്ള എല്ലാ അഭയാർത്ഥികളും ഇത്തരത്തിലാണോ വീട്ടിലെത്തിച്ചേരുന്നത്? ഇതുപോലെ ഒരുപാട് അലച്ചിലിനൊടുവിലാണോ എത്തിച്ചേരുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളും കാണാറില്ല നമ്മുടെ സമീപ പ്രദേശത്തൊക്കെ ഇതുപോലെ വഴി തെറ്റി വരുന്ന ആളുകൾ ഉണ്ടാകാം, നഷ്ടപ്പെട്ടു വരുന്നവരുണ്ടാകാം. ഇവരൊക്കെ വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ടോ? ഈ കുട്ടികളൊക്കെ എങ്ങനെ എത്തിച്ചേർന്നത്? അവർ വെറുതെ ജസ്റ്റ് യാതൊരു ബുദ്ധിമുട്ടില്ലാതാണ് അവിടെ എത്തിയത്? അല്ല, ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഒടുവിലാണ് അവരവരുടെ സ്വന്തം നാട്ടിലും അച്ഛനും അമ്മയും ഒക്കെ കണ്ടെത്തിയതല്ലേ. മറ്റുള്ളവർ എങ്ങനെയാണ്? जिन लोगों को अपना घर और पता ठीक ठीक जानते हैं उन्हें घर टूटने में दिक्कत नहीं होती. അവ നമ്മുടെ വീടും അഡ്രസ്സും ഒക്കെ കറക്റ്റായിട്ട് അറിയുന്ന ആളുകൾക്ക് എന്താണ് തിരിച്ചു വീട്ടിലെത്താൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. लेकिन जो लोग यह नहीं जानते वे सुराग ढूंढकर और दूसरों की मदद से घर ढूंढने की कोशिश करते हैं. പക്ഷെ ഇതൊന്നും അറിയാത്ത ആളുകൾ എന്താണ് അവർ ചെറിയ അടയാളങ്ങൾ വെച്ചിട്ടും മറ്റുള്ളവരുടെ സഹായം എല്ലാം തേടിയിട്ടും ആയിരിക്കും എന്ത് അവരുടെ വീട്ടിൽ തിരിച്ചെത്തുന്നത്. അവിടെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഘർ പേഡ് ഔർ താരെ കി യാദ് എന്ന മനോഹരമായിട്ടുള്ള ഒരു ലോകകഥ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു ഭായി ഓർ ബഹൻ കി കഹാനി ഹെ. അവരുടെ ആ ഒരു വീട്ടിലെത്തിച്ചേരാനുള്ള കഷ്ടപ്പാടുകളും അതിന്റെ ഇടയിൽ അവര് എന്തൊക്കെ അടയാളങ്ങളാണ് മുന്നിൽ കണ്ടുവച്ചതെന്നും അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിനൊക്കെ ഒടുവിൽ അവരെന്ത് ചെയ്തു, അവരുടെ അച്ഛനും അമ്മയും കണ്ടെത്തി, വീട് കണ്ടെത്തി, എല്ലാവരും സന്തോഷത്തോടെ ഒത്തുചേരുന്ന ഒരു സുന്ദര നിമിഷത്തിൽ നമ്മളും എത്തിച്ചേർന്നു അല്ലേ. ഒരുപാട് ടെൻഷനോടെയാണ് നമ്മൾ ഈ കഥ നോക്കി കണ്ടത്. എന്താ ഇവര് കാണോ കണ്ടുമുട്ടോ എന്നൊക്കെ ഉള്ള ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മക്കളെ ഈ സ്റ്റോറി ഇഷ്ടായോ? ഘർ പേഡ് ഔർ താരെ കി യാദ് നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഇതിലുള്ള പ്രധാനമായിട്ടുള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ആക്ടിവിറ്റീസ്. അപ്പൊ ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ.